നമ്മളിനി എന്ത് ചെയ്യുന്നാണോ? ഒരു വഴി അടഞ്ഞ ദൈവം മറ്റൊരു വഴി കാണിച്ചു തരും. വിനുവേട്ടൻ സമാധാനിക്കേ. വിനുവേട്ടന്റെ ഈ ടെൻഷനൊക്കെ മാറാൻ ഞാനൊരു കട്ടൻ കാപ്പി ഇട്ടുതരാം. ആരോ കഥകള് തട്ടി. ആരായിരിക്കും ഈ നേരത്ത്? വിനുവേട്ടൻ അവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കാം. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നപ്പോ വിനയങ്ങോട്ട് കയറി വരുന്ന കണ്ടു. അപ്പോഴാ നിങ്ങളിവിടെ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നാ പിന്നെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. അകത്തേക്ക് കയറാവോ? ഓ, എല്ലാവർക്കും സുഖാണോ? ഒന്നും പറയണ്ട, അറിയാം. മീനാക്ഷി മോഷ്ടിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് തെറ്റുപറ്റിയതാ. നിങ്ങളാ വീട്ടിൽ നിന്ന് പോയ ശേഷം കുറ്റബോധം കൊണ്ട് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങൾ പോയതോടെ ആ വീടങ്ങ് ഉറങ്ങിപ്പോയി. നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരണം. വേണ്ട പ്രകാശേട്ടാ, ഇനി ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. ഇനിയും അവിടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട എന്നെ തന്നെ ആയിരിക്കും സംശയിക്കുന്നത്. മീനാക്ഷി, ഞാനതിന് ക്ഷമ ചോദിച്ചില്ലേ? അനുഭവിച്ചതിനൊന്നും ക്ഷമ എന്നൊരു വാക്കുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. പ്രകാശേട്ടൻ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. മീനാക്ഷിയുടെ തീരുമാനം അതാണെങ്കിൽ വേണ്ട. പക്ഷേ നമ്മുടെ അമ്മയച്ഛൻ താമസിക്കുന്ന പോലെ ആയുഷ്കാലം മുഴുവനും വാടക വീട്ടിൽ താമസിക്കണ്ട. സ്വന്തമായിട്ട് വീട് വേണം. അതിന് ഒരേട്ടൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ സഹായിക്കാം. ഇപ്പൊ വിനുവേട്ടന് ആവശ്യം വീടല്ല, ഒരു ജോലിയാ. ഉണ്ടായിരുന്ന ജോലിയാണെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും ഇനി മുതൽ ചെലവിന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം വിനുവേട്ടന്. അതൊന്നോർത്ത് സങ്കടപ്പെടണ്ട. അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങള് ഞാൻ നോക്കിക്കൊള്ളാം. വിനുവിന്റെ ജോലിയുടെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാം. വിശ്വാസാവുന്നില്ല അല്ലേ? ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. മീനാക്ഷി, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രകാശേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് ആളിങ്ങെത്തി. കൂടെ ആരെ ഉണ്ടല്ലോ? വിനുമോൻ. വിനു,
പ്രകാശിന്റെ കൂടെ വരുന്നു. പ്രകാശേട്ടാ, വിനുവേട്ടൻ ഇങ്ങനെ അതൊക്കെ പറയാം. നീ പോയി വിനുവിനൊരു ചായ എടുക്ക. ഞാൻ ചായ എടുക്കാം. വിനുവേട്ട ഇഷ്ടപ്പെട്ട ദോശയും സാമ്പാറും ഉണ്ട്. വേണ്ട, നീ തൽക്കാലം ചായ മാത്രം എടുത്താ മതി. സുമിത്രേ, വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മീനാക്ഷി ഉണ്ടാക്കിയ നല്ല പൂ പോലെയുള്ള ഇഡലിയും ചമ്മന്തിയും. മീനാക്ഷിക്ക് നല്ല കൈപ്പുണ്യാ. പ്രകാശേട്ടാ, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? വിശ്വാസം ആയില്ലെങ്കിലേ വിനുവിനോട് തന്നെ നീ ചോദിക്ക്. മോനെ, നിനക്കും മീനാക്ഷിക്കും സുഖാണോ?